ഏതായാലും കൂടുതൽ പേർ കുടുങ്ങും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അങ്കമാലി കോടതിയിൽ അല്പസമയത്തിനകം ദിലീപിനെ ഹാജരാക്കും. കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും. അവിടെ പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ചില സുപ്രധാനമായ ഒരു വിഷയം, ഇപ്പോൾ ജാമ്യാപേക്ഷ കൂടി ദിലീപ് നൽകുന്നുണ്ട്. അവിടെ ശ്രീ അജയകുമാറിനെ പോലുള്ള വിദഗ്ധർ പറയുന്നുണ്ട് ജാമ്യാപേക്ഷയ്ക്കുള്ള സാധ്യത, ജാമ്യം പരിഗണിക്കാനുള്ള സാധ്യത തുലം തുച്ഛമാണ്. പക്ഷേ അവിടെ ജാമ്യാപേക്ഷ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള ആവശ്യം, അതാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെയുള്ള ഒരു സുപ്രധാനമായ ഒരു വിഷയം. അങ്കമാലി കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, ഒരുപക്ഷേ ഈ ഒരു കസ്റ്റഡി അപേക്ഷ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ വ്യക്തമാക്കുക? അവിടെ നമുക്കറിയാം വളരെ സുപ്രധാനമാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുക എന്നത്. പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ തുടരുകയാണ്. കൂടുതൽ തെളിവുകൾ ആഡ് ഓൺ ചെയ്യപ്പെടേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നു എന്ന സൂചനകളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ദിൽജിത്ത്. സൗമ്യ, തീർച്ചയായും ഇപ്പോൾ നടന്നിരിക്കുന്ന അറസ്റ്റിൽ കൂടുതൽ ഏതെങ്കിലും ആളുകൾക്ക് കൂടുതൽ വ്യക്തമായ പങ്കുകൾ കോടതിയിൽ തെളിയിക്കാനും അവരുടെ അറസ്റ്റുകൾ നടത്താനുമുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. അതോടൊപ്പം ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ദിലീപിന് കേസുമായി നേരിട്ടുള്ള ബന്ധം കൂടുതൽ സ്ഥാപിച്ചെടുക്കുക. പ്രത്യേകിച്ച് ഗൂഢാലോചന നടന്നു. ഈ കേസിൽ മുമ്പ് പിടിയിലായ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള വ്യക്തമായ അടുപ്പം, അതിൽ കൊട്ടേഷൻ നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ തെളിവുകൾക്ക് വേണ്ടി ഉള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ്. അതിൻ്റെ ഭാഗമായി നിലവിൽ നടന്ന ചോദ്യം ചെയ്യലിനപ്പുറം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഈ ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് അബാദ് പ്ലാസ ഹോട്ടലിലെ 410 നമ്പർ മുറിയിൽ വെച്ച് നടന്ന ആ കൂടിക്കാഴ്ചയും ഗൂഢാലോചനയും കഴിഞ്ഞ 2013 മുതൽ 2016 നവംബർ വരെ നടന്നിരിക്കുന്ന ആ ഗൂഢാലോചനയുടെ വിശദമായ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന നടന്നുകൊണ്ട് സംശയിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ദിലീപിനെ എത്തിച്ച അത് സംബന്ധിച്ച തെളിവെടുപ്പുകൾ നടക്കേണ്ടതുണ്ട്. നടിയെ ആക്രമിക്കാനും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി നൽകാനുമുള്ള കൊട്ടേഷൻ നൽകിയിരുന്നു. ആ കൊട്ടേഷൻ നൽകിയിരുന്നതിൻ്റെ തുക സംബന്ധിച്ച കാര്യങ്ങളും മറ്റും പൾസർ സുനിയും ദിലീപിനെ തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ, അത് സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ വ്യക്തമാകേണ്ടതുള്ളത് കൊണ്ട് ദിലീപിൻ്റെ കസ്റ്റഡി അപേക്ഷ എന്നത് ഈ കേസിൽ ഇനി ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇതിൽ കൂടുതൽ ആളുകൾ അറസ്റ്റിലാക്കേണ്ട സാഹചര്യത്തിലേക്ക് വരേണ്ടതും പ്രത്യേകിച്ച് ദിലീപിനെയും നാദിർഷ, അതോടൊപ്പം ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണി, അതോടൊപ്പം മറ്റ് ആളുകൾ, പ്രത്യേകിച്ച് ദിലീപുമായി ബന്ധമുള്ള ആളുകൾ, ദിലീപിനെ സഹായിച്ചിട്ടുള്ള മറ്റ് ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവയിലേക്കെല്ലാം അന്വേഷണം നീളേണ്ട ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അവർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഏറ്റവും നിർണായകം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക, അതോടൊപ്പം ഈ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി തെളിവെടുപ്പ് നടത്തുക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കുകയും അതിനോടൊപ്പമുള്ള വാദം പോലീസും അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും കോടതിയിൽ നടത്തും. ഇതിനെ പ്രതിഭാഗം ഏത് തരത്തിൽ പ്രതിരോധിച്ച് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ആളുകൾ കാത്തിരിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് ദിലീപിനായി ഹാജരാകുന്നത് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ രാംകുമാറാണ്. കഴിഞ്ഞ ദിവസം തന്നെ ദിലീപിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് കേസ് കെട്ടിച്ചമച്ചതാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളുമായി പ്രതിഭാഗം അഭിഭാഷകൻ രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം ദിലീപ് കഴിഞ്ഞ ദിവസം നൽകിയ ജാമ്യ അപേക്ഷയിലും ഇത്തരത്തിൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ മറികടന്നാണ് അറസ്റ്റ് നടന്നതെന്നതടക്കമുള്ള വിവരങ്ങൾ ആ ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം മുമ്പ് പിടിയിലായ ആ പ്രതിയുടെ വിശ്വാസയോഗ്യമല്ലാത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള ദിലീപിൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. നിലവിൽ ആ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ദിലീപിന് പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ കോടതി കേൾക്കാനുള്ള ഒരു സമയം അനുവദിച്ചേക്കും. ഏതായാലും അല്പസമയത്തിനകം ഇപ്പോൾ അങ്കമാലി കോടതിയിലേക്ക് ദിലീപിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ റോഡിന് ഇരുവശവും പോലീസുകാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നൂറുകണക്കിന് ആളുകൾ ദിലീപിനെ കാണാനും അല്പസമയത്തിനകം തന്നെ അങ്കമാലി കോടതിയിലേക്ക് ദിലീപിനെ എത്തിച്ചേർക്കും. എന്തായാലും നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 11 മണിക്കാണ് കോടതിയുടെ നടപടി ആരംഭിക്കുക. കോടതി ഇന്നത്തെ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അപ്പോഴേക്ക് അവിടെ എത്തിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അപ്പോഴേക്ക് കോടതിയിൽ ഹാജരാക്കത്തക്ക രീതിയിലായിരിക്കും ദിലീപിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ കാക്കനാട് ജയിലിൽ നിന്നും വാഹനം അല്പം മുമ്പ് തിരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിലേക്ക് കയറ്റുന്നു. നിരവധി വലിയ സുരക്ഷയുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ആ വാഹനത്തിലേക്ക് പോലീസുകാരെല്ലാം കൂടി ചേർന്ന് ദിലീപിനെ കയറ്റിയത്. വാഹന വ്യൂഹം അല്പസമയത്തിനകം തന്നെ അങ്കമാലി കോടതിയിലേക്ക് എത്തിച്ചേരും.
അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, വലിയ ജനക്കൂട്ടം കാക്കനാട് ജയിലിന് മുൻപിലും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളോ? എത്ര നേരം എടുക്കും അങ്കമാലി കോടതിയിലേക്ക് എത്താൻ? വിവരങ്ങൾ എങ്ങനെയാണ് ഉമേഷ്? സൗമ്യ, ആലുവ സബ് ജയിലിൽ നിന്നാണ് ദിലീപിനെ ഇറക്കിയത്. ആലുവ സബ് ജയിലിൽ നിന്ന് ഏതാണ്ട് അരമണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് അങ്കമാലി കോടതിയിൽ എത്താൻ വേണ്ടി ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് 9:45 കഴിഞ്ഞപ്പോൾ തന്നെ ദിലീപിനെ ഇവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ അങ്കമാലി കോടതിയിൽ ദിലീപ് എത്തും. കഴിഞ്ഞ ദിവസം ദിലീപിനെ കൊണ്ടുപോയ അതേ വാഹനത്തിൽ തന്നെയാണ്, ആ ബസ്സിൽ തന്നെയാണ് പോലീസ് ദിലീപിനെ കൊണ്ടുപോയത്. ഇത് കൂടാതെ അകമ്പടിയായി നിരവധി പോലീസ് ഫോഴ്സ് ഒപ്പമുണ്ട്. സുരക്ഷയെ കരുതിയാണ് അത്രയും പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. വളരെ സുരക്ഷ കരുതി ഇരുവശങ്ങളിലും പോലീസിനെ നിർത്തിയൊക്കെയാണ് ദിലീപിനെ ബസ്സിനകത്തേക്ക് കയറ്റിയത്. തുടർന്ന് ഇപ്പോൾ അങ്കമാലി കോടതിയിലും അത്തരത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയാണെങ്കിൽ നേരെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ വെച്ചായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പോലീസ് കസ്റ്റഡിയിലുള്ള സമയങ്ങളിൽ ദിലീപിനെ ചോദ്യം ചെയ്യുക ഈ ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ചായിരിക്കും. ഒപ്പം തന്നെ ദിലീപിൽ ഈ ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്ക് വ്യക്തമായ സ്ഥിതിക്ക് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് ഇനി പോലീസിന് അറിയേണ്ടത്. അത് ദിലീപിൽ നിന്ന് തന്നെ ചോദിച്ചറിയുക എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. ഈ ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിനിടെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ ഉള്ള അവരെല്ലാം തന്നെ ഈ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് അറിയുന്നത്. ദിലീപിന്റെ സഹോദരൻ അനൂപ്, അപ്പുണ്ണി തുടങ്ങി ദിലീപുമായി ബന്ധമുള്ള എല്ലാവരെയും തന്നെ, ആരോപണ വിധേയരായ മുഴുവൻ പേരെയും ദിലീപിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അപ്പോഴുള്ള മൊഴികളിലെ വൈരുദ്ധ്യവും മറ്റും കണക്കിലെടുത്ത് ഇവർക്കെതിരെ തെളിവുകൾ ശക്തമാവുകയാണെങ്കിൽ ഒരു നാദൃഷയും അപ്പുണ്ണിയും അടക്കമുള്ളവർ പ്രതികളാകും എന്ന് തന്നെയാണ് സൂചന. നേരത്തെ ഇവർക്കെതിരെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരിക്കും ഇവരെ പ്രതി ചേർക്കുക എന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ അതെല്ലാം കുറ്റങ്ങൾ തെളിയേണ്ടതുണ്ട്. അത് ദിലീപിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുകയുള്ളൂ. എന്നാൽ ഈ പറയുന്ന ഇവർക്കൊന്നും തന്നെ ഗൂഢാലോചനയിൽ പങ്കുള്ളതിന് തെളിവില്ല എന്ന സൂചനയുണ്ട്. ഈ തെളിവ് നശിപ്പിക്കൽ അത്തരത്തിലുള്ള കുറ്റങ്ങളായിരിക്കും ഇവർക്കെതിരെ ചുമത്തുക. മാത്രമല്ല ഇതിന് ശേഷം ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ ഒറ്റയ്ക്ക് വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലെ സൂചനയനുസരിച്ച് വിഷ്ണു അടക്കമുള്ള പൾസർ സുനിയുടെ സഹതടവുകാരുമായി അപ്പുണ്ണിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇവരെ നേരിട്ട് അങ്കമാലി കോടതിക്ക് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദിലീപിനെ അങ്കമാലി കോടതി പരിസരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതിയിലേക്ക് ഹാജരാക്കും. 11 മണിയോടുകൂടിയാണ് കോടതി നടപടികൾ ആരംഭിക്കുക. വലിയ രീതിയിലുള്ള ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ആളുകൾ കൂകി വിളിച്ചുകൊണ്ടാണ് ദിലീപിനെ കോടതിയിലേക്ക് വരവേൽക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ കൂകി വിളിക്കുന്ന ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപിനെ അങ്കമാലി കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. 11 മണിയോടുകൂടിയാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ഇപ്പോൾ 10:20 ആകുന്നതേ ഉള്ളൂ. ഇപ്പോഴേ തന്നെ എത്തിച്ചിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പ്രശ്നം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നേരത്തെ തന്നെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിരവധി ആളുകളാണ് അവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. കൂകി വിളിച്ചുകൊണ്ടാണ്, ദിലീപിന്റെ പേര് പറഞ്ഞ് കൂകി വിളിച്ചുകൊണ്ടാണ് ആളുകൾ ദിലീപിനെ അങ്കമാലി കോടതിയിലേക്ക് ദിലീപ് ഇറങ്ങിയപ്പോൾ ആളുകൾ പ്രതികരിച്ചത്. ആളുകളുടെ രോഷമെല്ലാം ആ ഒരു കൂക്കിൽ
കൂക്കുവിളിയിൽ ഉണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, പലയിടങ്ങളിലായി ദിലീപിനെ എത്തിക്കുന്ന ഘട്ടത്തിൽ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അതേ ഒരു സമാനമായ ഒരു സാഹചര്യം അങ്കമാലി കോടതിയുടെ ഭാഗത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സുരക്ഷ, കൂടുതൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷനൊക്കെ ഒരുക്കിയാണ് ദിലീപിനെ കോടതിയിലേക്ക് എത്തിച്ചത്. ദിൽജിത്ത് ചേർന്നുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി. ദിൽജിത്ത്, സൗമ്യ, അല്പസമയം മുമ്പ് ദിലീപിനെ കോടതിയിലേക്ക് എത്തിച്ചു. പോലീസ് വാനിലാണ് ദിലീപിനെ അങ്കമാലി കോടതിക്ക് സമീപത്തേക്ക് കൊണ്ടുവന്നത്. കോടതിക്ക് സമീപത്തേക്ക് എത്തിയപ്പോൾ തന്നെ സമീപത്ത് കൂടിയിരുന്ന ജനങ്ങൾ വലിയ രീതിയിൽ നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അവർ കൂക്കുവിളിയോട് കൂടിയാണ് ദിലീപിന്റെ വാഹനത്തെ സ്വീകരിച്ചത്. അതോടൊപ്പം പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. പോലീസ് റോഡിന് ഇരുവശവും നിന്ന് കവചം തീർത്തുകൊണ്ടാണ് എത്തിച്ചേർന്നത്. എങ്കിൽ കൂടി ആളുകൾ ഗേറ്റിനകത്തേക്ക് തള്ളി കയറാനും കോടതിക്ക് സമീപത്തേക്ക് എത്താനും ദിലീപിന്റെ സമീപത്തെ എത്തി കൂക്കി വിളിക്കാനുമുള്ള ശ്രമം ജനം നടത്തി. ഇത് വലിയ രീതിയിലുള്ള പോലീസുമായി വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പ്രദേശത്ത് സമീപത്ത് നൂറുകണക്കിന് ആളുകൾ, വ്യാപാരികളും ഇവിടുത്തെ സമീപവാസികൾക്കും പുറമേ നിന്ന് എത്തിയിരിക്കുന്ന ആളുകൾ കൂടി ഇവിടെ ദിലീപിനെ കാണാനും പ്രതിഷേധം രേഖപ്പെടുത്താനുമായി എത്തിയിരുന്നു. സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിൽ വരെ കയറി നിന്നാണ് ഇത്തരത്തിൽ ആളുകൾ ദിലീപിനെ കാണാനും കൂക്കി വിളിക്കാനുമായി ശ്രമിച്ചത്. ഏതായാലും ഇപ്പോൾ ദിലീപിനെയുമായി അകത്തേക്ക് ദിലീപിന്റെ വാഹനം പുറത്തു തന്നെ നിർത്തി പ്രത്യേകിച്ച് പോലീസ് വാനിലാണ് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് വലിയ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം പൾസർ സുനിയെ ചെറിയ വാഹനത്തിൽ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ആ പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പോലീസ് കാവലിൽ, പോലീസിന്റെ വലയത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ ആണ് ഇപ്പോൾ ദിലീപിനെ കോടതിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അല്പസമയത്തിനകം കോടതി നടപടികൾ ആരംഭിക്കും. കോടതിക്കുള്ളിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും അതിന്മേലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്യും. ദിലീപിന് വേണ്ടി ഹാജരാകുന്നത് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാംകുമാറാണ്. രാംകുമാറും വാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദിലീപിന്റെ അറസ്റ്റ് സംബന്ധിച്ച വിവരങ്ങൾ, ദിലീപിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ദിലീപിനെ കേസിൽ പെടുത്തിയതാണെന്നും തെളിവുകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം രാംകുമാർ ആരോപിച്ചിരുന്നു. അതോടൊപ്പം ദിലീപ് നൽകിയിട്ടുള്ള ജാമ്യ അപേക്ഷയിലും ഇതേ ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. തന്നെ കേസിൽ മനഃപൂർവ്വം പെടുത്തിയതാണെന്നും തൻ്റെ അറസ്റ്റ് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് ആണെന്നും അതോടൊപ്പം കേസിൽ മുൻപ് പിടിയിലായ ഒരു പ്രതിയുടെ വിശ്വാസയോഗ്യമല്ലാത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ ഇത്തരത്തിൽ കേസിൽ പെടുത്തിയിട്ടുള്ളതെന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ദിലീപ് ജാമ്യ അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ദിലീപിന് ഇതിൽ കൂടുതൽ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ, സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് വായിച്ചെടുക്കേണ്ടത് ദിലീപിന്റെ ഒരു ശരീരഭാഷ തന്നെയാണ്. നമുക്കറിയാം, ഈ അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം മാധ്യമങ്ങളെ ആദ്യമായി ഫേസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ദിലീപിന്റെ മുഖത്ത് അപ്പോഴും ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു കോൺഫിഡൻസ് എന്നതിനപ്പുറത്തേക്ക് ആ വിഷയം കൈകാര്യം ചെയ്ത ദിലീപിന്റെ ഒരു ശൈലിയുണ്ട്. പക്ഷെ അതിനൊക്കെ വിഭിന്നമായിരുന്നു ഇന്നത്തെ ദിലീപിന്റെ ഒരു അവസ്ഥ. ഒരുപക്ഷെ ഇന്നത്തെ ഒരു ശരീരഭാഷ ഒന്നും പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട ഒരു മുഖം കൂടി നമുക്ക് വായിച്ചെടുക്കാമായിരുന്നോ ഇന്ന്? അഡ്വക്കേറ്റ് രാംകുമാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്, ദിലീപിന്റെ അഭിഭാഷകൻ. അദ്ദേഹം അങ്കമാലി കോടതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പം മുമ്പാണ് ദിലീപിനെ അങ്കമാലി കോടതിയിലേക്ക് എത്തിച്ചത്. 11 മണിയോടുകൂടി കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അഡ്വക്കേറ്റ് രാംകുമാർ മാധ്യമങ്ങളോട് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുമായി വിശദീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി അഡ്വക്കേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസിൽ കുടുക്കിയതാണ് എന്ന ഒരു നിലപാടിലേക്ക് ആയിരിക്കും കാര്യങ്ങൾ പോകുക. അഡ്വക്കേറ്റ് രാംകുമാർ ഈ വിഷയത്തിൽ സംസാരിച്ചില്ല. അദ്ദേഹം സംസാരിച്ചില്ല. കോടതി വളപ്പിൽ ഈ വിഷയങ്ങൾ സംസാരിക്കാനുള്ളൊരു സാഹചര്യം വളരെ കുറവായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിലൊന്നും സംസാരിച്ചില്ല. കോടതിക്കുള്ളിലേക്ക്, അങ്കമാലി കോടതിയിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. അഡ്വക്കേറ്റ് രാംകുമാർ അല്പം മുമ്പാണ് ദിലീപിനെ കോടതിയിലേക്ക് എത്തിച്ചത്. ദിൽജിത്തിലേക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അവർ തുടർച്ചയായി തന്നെ ഇപ്പോഴും ദിലീപിനെ കൂകി വിളിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. വലിയ രീതിയിലുള്ള തിരക്ക് ഈ ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള
ഹലോ 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 ദിൽജിത്ത്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ദിലീപിനെ കോടതിയിലേക്ക് എത്തിച്ച അല്പസമയത്തിന് ശേഷമാണ് ദിലീപിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാംകുമാർ കോടതിയിലേക്ക് എത്തിയത്. രാംകുമാറിന്റെ ഒരു പ്രതികരണത്തിനായി മാധ്യമപ്രവർത്തകർ ആരാഞ്ഞുവെങ്കിലും അദ്ദേഹത്തെ സമീപിച്ചുവെങ്കിലും അദ്ദേഹം യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ ആ സമയത്ത് തയ്യാറായില്ല. അദ്ദേഹം തിരക്കിട്ട് കോടതിക്കുള്ളിലേക്ക് കയറുകയായിരുന്നു. പ്രത്യേകിച്ച് പുറത്ത് ദിലീപിനെ കാണാനും കൂക്കി വിളിക്കാനുമായി എത്തിയിരുന്ന ആളുകൾ, നാട്ടുകാർ, ജനങ്ങൾ അവരെല്ലാം തന്നെ രാംകുമാർ എത്തിയ സമയത്തും വലിയ രീതിയിൽ തന്നെ കൂക്കി വിളിക്കുകയും രാംകുമാറിന്റെ വാഹനത്തിന് അടുത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണത്തിനും തയ്യാറാകാതെ അകത്തേക്ക് കോടതിക്കുള്ളിലേക്ക് രാംകുമാർ നടന്ന് നീങ്ങുകയാണ് ഉണ്ടായത്. കോടതിക്കുള്ളിലേക്ക് യാതൊരു തരത്തിലുള്ള വാഹനവും കടത്തിവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം പൾസർ സുനിയെ ഹാജരാക്കിയപ്പോൾ ഉണ്ടായ വലിയ തിരക്കും കോടതിക്ക് ഉള്ളിലേക്ക് വാഹനം കടത്തിയപ്പോഴുണ്ടായ പ്രശ്നങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദിലീപിനെ വലിയ വാഹനത്തിൽ പുറത്തു കൊണ്ടുവന്ന് അകത്തേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ദിലീപ് യാതൊരു തരത്തിലുള്ള പ്രതികരണവും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയില്ല. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ റിമാൻഡിലാവുമ്പോഴും ഉണ്ടായിരുന്ന ഒരു സമ്മർദ്ദ അവസ്ഥ തന്നെയാണ് ദിലീപിന്റെ മുഖത്ത് കാണാനായത്. അദ്ദേഹം കോടതിക്ക് ഉള്ളിലേക്ക് നടന്നു നീങ്ങി യാതൊരു തരത്തിലുള്ള പ്രതികരണവും ദിലീപ് നടത്തിയില്ല. തൊട്ട് പിന്നാലെയാണ് അഡ്വക്കേറ്റ് രാംകുമാർ എത്തിയത്. നൂറുകണക്കിന് ആളുകൾ ഈ കോടതി പരിസരത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയുടെ വക്കുവരെ എത്തിയേക്കാവുന്ന ഒരു അവസ്ഥ വരെ എത്തിയിരുന്നു. എന്നാൽ പോലീസ് വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നടത്തി ഈ ആളുകളെ കോടതി പരിസരത്ത് നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാവുന്നത് പോലെ തന്നെ ധാരാളം ആളുകൾ ഈ പരിസരത്ത് ഉള്ള ആളുകൾക്ക് പുറമെ ദിലീപിനെ കണ്ട പ്രതിഷേധം അറിയിക്കാനായി എത്തിയിട്ടുള്ള ആളുകൾ, വാർത്തകളിൽ ക്ഷുഭിതരായി എത്തിയിരിക്കുന്ന ആളുകൾ, അവർ റോഡുകളിലും കെട്ടിടങ്ങൾക്ക് മുകളിൽ വരെ ഇടം പിടിച്ച ദൃശ്യങ്ങൾ വീക്ഷിക്കാനും ഒക്കെ തന്നെയുള്ള ഒരു ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് ദിലീപിനെ അകത്തേക്ക് കയറ്റിയപ്പോൾ അടക്കം കോടതിക്കുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം വരെ ഉണ്ടായി. ഏതായാലും ഇപ്പോൾ കോടതി നടപടികൾ അല്പസമയത്തിനകം 11 കൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കേസ് തന്നെ ആയതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ കേസായി തന്നെ പരിഗണിച്ചുകൊണ്ട് നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കഴിഞ്ഞ ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കസ്റ്റഡി അപേക്ഷ കേൾക്കുന്ന ഒരു നടപടിക്കാവും കോടതി പ്രാധാന്യം നൽകുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകൾ എതിരായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി തെളിയിക്കാൻ സാധിക്കുന്ന തെളിവുകളോടുകൂടി തന്നെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയതും പിന്നീട് റിമാൻഡ് ചെയ്തപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയെ മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുത്താൻ പോലീസിന് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ജാമ്യാപേക്ഷയേക്കാൾ കസ്റ്റഡി അപേക്ഷയ്ക്ക് തന്നെയാണ് കോടതി പ്രാധാന്യം നൽകുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം കോടതി നടപടികൾ ആരംഭിക്കുകയും കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അവിടെ ദിൽജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനുള്ളൊരു സാഹചര്യം തന്നെയാണുള്ളത്. കാരണം ഇവിടെ ജാമ്യാപേക്ഷയ്ക്ക് അല്ലെങ്കിൽ ജാമ്യത്തിനുള്ളൊരു സാഹചര്യം വളരെ കുറവാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാണ് രാംകുമാർ. അദ്ദേഹം എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ കൂടി അതിന്റെ നിയമപരമായ വശങ്ങൾ എങ്ങനെയാണ്? ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതിയിലേക്ക് നൽകും. ഒരുപക്ഷെ പരിഗണിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ കൂടി അതിന്റെ നിയമപരമായ വശങ്ങൾ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ എങ്ങനെയാണ് ദിൽജിത്ത്? സൗമ്യ, ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ജാമ്യാപേക്ഷയുടെ പരിഗണനയാണ് ഇപ്പോൾ ദിലീപും അതോടൊപ്പം ദിലീപിന്റെ അഭിഭാഷകനായ രാംകുമാറും അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ദിലീപിന്റെ കസ്റ്റഡി നിയമവിരുദ്ധമായ, ദിലീപിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമായ ഒരു അറസ്റ്റാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയും കേസിൽ ദിലീപിനെ മനഃപൂർവ്വം പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ജാമ്യാപേക്ഷയിൽ പറയുകയും അതോടൊപ്പം അഡ്വക്കേറ്റ് രാംകുമാർ ആരോപിക്കുകയും ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ, പിന്നീട് ദിലീപ് അറസ്റ്റിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ കോടതിക്കുള്ളിൽ സ്ഥാപിച്ചെടുക്കുക എന്നൊരു കാര്യം തന്നെയാണ് പ്രതിഭാഗത്തിന് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പോലീസിന്റെ കസ്റ്റഡിയും അറസ്റ്റും ഈ കേസിൽ മനഃപൂർവ്വം തെളിവുകൾ ഉണ്ടാക്കി ദിലീപിനെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ആണ് അവർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഇത് തെളിയിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ ഈ തരത്തിലുള്ള ഒരു വാരത്തിലേക്ക് അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അത്തരത്തിലൊരു ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനോ കോടതിയെ ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ മനഃപൂർവ്വമായി ദിലീപിനെ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കേസിൽ തെളിവുകൾ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മനഃപൂർവ്വമായി ദിലീപ് ആരോപിക്കുന്നത് പോലെ, ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നത് പോലെ ഈ പ്രതിയുടെ വിശ്വാസയോഗ്യമല്ലാത്ത മൊഴി എന്നൊരു വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അത്തരത്തിൽ പൾസർ സുനിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലാത്തതാണ് എന്ന് സ്ഥാപിച്ച
സ്ഥാപിച്ചെടുത്താൽ മാത്രമായിരിക്കും അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ അറസ്റ്റ് അല്ലെങ്കിൽ മറ്റ് നടപടികൾ ദിലീപിനെ പ്രതി ചേർത്തടക്കമുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാദങ്ങൾ കോടതിക്കുള്ളിൽ നടക്കുമോ, അതിന് പ്രോസിക്യൂഷൻ ഏത് തരത്തിലുള്ള എതിർവാദം ഉന്നയിക്കും എന്നുള്ള ഒരു സംഭവം കൂടി ആണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഏതായാലും ജാമ്യാപേക്ഷ ഉന്നയിക്കുമ്പോൾ ദിലീപ് പുറത്തു വന്നാൽ, പ്രത്യേകിച്ച് ചിത്രത്തിൽ വലിയൊരു സെലിബ്രിറ്റിയായ ആള് പുറത്തു വന്നാൽ കേസിനെ സ്വാധീനിക്കാനും തെളിവുകളും സാക്ഷികളെയും എല്ലാം തന്നെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും കേസിനെ പ്രതികൂലമായി ബാധിക്കാനുമുള്ള സാധ്യതകൾ അത് തന്നെയാകും പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ ഉന്നയിക്കുക. ഏതായാലും ആദ്യഘട്ടത്തിൽ കസ്റ്റഡി അപേക്ഷ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളും ഇപ്പോൾ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട ദിലീപിൻ്റെ പങ്ക് വ്യക്തമാക്കാനും ഗൂഢാലോചനയുടെ പങ്ക് കൂടുതൽ വ്യക്തമാക്കേണ്ടത് സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുക, അത് സംബന്ധിച്ച കാര്യങ്ങൾ അതിന് വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുക എന്നതാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ഏറ്റവും പരമപ്രധാനമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ ആദ്യം സമർപ്പിക്കുകയും കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടി പരമാവധി വാദിക്കുകയും പ്രതിഭാഗം വാദങ്ങളെ മറികടക്കാനുള്ള വാദങ്ങൾ ഉന്നയിക്കുകയുമാണ് പ്രോസിക്യൂഷൻ നടത്തുക. അവിടെ ദിൽജിത്ത്, കേസ് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സുപ്രധാനമാണ് ഇപ്പോഴത്തെ ഈ ഒരു കസ്റ്റഡി ആവശ്യം? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ DGP വ്യക്തമാക്കിയിരുന്നു, അറസ്റ്റ് നടന്നു എങ്കിൽ കൂടിയും ഇൻവെസ്റ്റിഗേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ പ്രതി പറയുന്ന കാര്യങ്ങൾക്ക് പോലും അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട്. എങ്ങനെയായിരിക്കും ഈ കസ്റ്റഡിയിൽ എടുക്കുന്നത് അന്വേഷണ സംഘത്തെ സഹായകരമായ രീതിയിൽ വരിക? സമയം നമുക്ക് കേസിൻ്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിൽ പിടിയിലായ കേസിലെ പ്രധാന പ്രതി പൾസർ സുനി ആദ്യഘട്ടത്തിൽ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല. മറ്റു തരത്തിലുള്ള മൊഴികൾ നൽകുകയും പോലീസിനെ അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ തെറ്റിദ്ധരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ പോയത്. എന്നാൽ പിന്നീട് മൊഴി മാറ്റുകയും അന്വേഷണ സംഘത്തോട് സഹകരിച്ചുകൊണ്ട് ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് മണികണ്ഠൻ എന്നൊരു പ്രതിയുടെ അറസ്റ്റോട് കൂടിയാണ് ഇത്തരത്തിൽ ഗൂഢാലോചന കൊട്ടേഷൻ നൽകിയെന്നൊരു ആരോപണം പുറത്തു വരികയും പിന്നീട് ജയിലിൽ നിന്നുള്ള കത്തെഴുതും ഫോൺ വിളികളും അടക്കം പുറത്തു വരികയും ദിലീപുമായി അടുത്ത ആളുകൾ നാദിർ ഷാ, അതോടൊപ്പം ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണി തുടങ്ങിയ ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു, പൾസർ സുനി ബന്ധപ്പെട്ടിരുന്നു. അവരുമായി കൊട്ടേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ, പണമിടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചിരുന്നു എന്ന കാര്യവും, അതോടൊപ്പം മുൻപ് ദിലീപ് നൽകിയിരുന്ന മൊഴി പൾസർ സുനിയെ അറിയില്ല എന്നും പരിചയമില്ല എന്നുമുള്ള മൊഴി, ആ മൊഴിക്ക് വിരുദ്ധമായി പോലീസിന് ലഭിച്ച തെളിവുകൾ തൃശ്ശൂരിലെ ലൊക്കേഷനിൽ വെച്ച് പൾസർ സുനിയും ദിലീപും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു. അതോടുകൂടി ദിലീപ് ഇത്തരത്തിലൊരു അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റായ മൊഴികൾ നൽകുകയും ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായി. പിന്നീട് ദിലീപിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തേണ്ട ഒരു സാഹചര്യത്തിൽ ഇടയിൽ തന്നെയാണ് ഇത്തരത്തിൽ ദിലീപും പൾസർ സുനിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. 2013 മുതൽ ഇത്തരത്തിൽ നടിയെ ആക്രമിക്കാനും നഗ്ന ചിത്രം പകർത്താനും അടക്കമുള്ള കാര്യങ്ങൾക്കായി കൊട്ടേഷൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുകയും അന്വേഷണ സംഘത്തിന് ബോധ്യമാകുകയും ചെയ്യുന്നത്. തുടർന്ന് ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുകയും ദിലീപ് പലയിടങ്ങളിലായി 2013 മുതൽ എറണാകുളത്തും തൃശ്ശൂരിലും തൊടുപുഴയിലുമായി വിവിധ ഘട്ടങ്ങളിലായി പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും കൊട്ടേഷൻ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും പൾസർ സുനിക്ക് പ്രതിഫലമടക്കം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. വീണ്ടും ദിലീപിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ദിലീപിൽ നിന്ന് തന്നെ സ്വീകരിക്കാവുന്നതടക്കമുള്ള മൊഴികൾ ലഭ്യമാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ മുൻപ് ദിലീപിൽ നിന്ന് ലഭിച്ചിരുന്ന മൊഴികൾക്ക് വിരുദ്ധമായി വീണ്ടും പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേസിൻ്റെ മുമ്പോട്ടുള്ള ഗതിക്ക് ദിലീപിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2013 മുതൽ കൂടിക്കാഴ്ച നടത്തുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തിട്ടുള്ള ഇടങ്ങൾ, ആ ഇടങ്ങളിലെല്ലാം തന്നെ ദിലീപിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കേസിൽ ഇപ്പോൾ ബന്ധപ്പെടുത്താനാവാതെ നിൽക്കുന്ന നാദിർ ഷാ, അതോടൊപ്പം ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണി, നടി കാവ്യമാധവൻ തുടങ്ങിയ ആളുകളുടെ പങ്കുകൾ, അവരുടെ മേലുള്ള സംശയത്തിൻ്റെ നിഴൽ കൂടുതൽ ബലപ്പെടുത്താനും ഗൂഢാലോചനയുടെ പങ്കുകൾ, കണ്ണികളെല്ലാം തന്നെ കൂടുതൽ ഉറപ്പിക്കാനും ആ സംശയത്തിൻ്റെ എല്ലാ നിലകളും മാറ്റിക്കൊണ്ട് തന്നെ കോടതിയിൽ ഇവയെല്ലാം തന്നെ തെളിവുകളായി തന്നെ കൊണ്ടുവന്ന് കൂടുതൽ കേസിൽ ഇനി പിടിയിലാകാനുള്ള മറ്റ് ആളുകളിലേക്ക് കൂടി
എത്താനും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനും കേസ് പൂർണ്ണമായി തന്നെ തെളിയിക്കാനും സാധിക്കണമെങ്കിൽ ദിലീപിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന് ദിലീപിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി ലഭിക്കേണ്ട ഒരു ആവശ്യകത വരുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച്, അന്വേഷണ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായി ഉള്ളത്. കസ്റ്റഡി അപേക്ഷയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് മുമ്പോട്ട് വയ്ക്കുക. യെസ്, അപ്പോൾ ഇവിടെ ദിൽജിത്ത് കൂടുതൽ പേര് ഇതിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നാദിർഷയെയും അപ്പുണ്ണിയെയും പ്രതികളാക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. നേരത്തെ മാപ്പുസാക്ഷിയാക്കാനുള്ള ഒരു സാഹചര്യം എന്ന രീതിയിലൊക്കെ ഉള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരും കൂടി പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ് നമുക്കറിയാം. ഇപ്പോൾ ലക്ഷ്യയിലെ റെയ്ഡ് അടക്കമുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അവിടെയും പൾസറിന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പൾസറിന് പണം നൽകിയിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങളിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ, കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനിയുള്ളത് ഇതൊക്കെ തന്നെ ആയിരിക്കുമോ സുപ്രധാനം? അവിടെയാണോ ഈ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ തെളിവെടുപ്പുകളുടെ ഒക്കെ ഒരു പശ്ചാത്തലമുള്ളത്? തീർച്ചയായും സൗമ്യ, ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് നേരിട്ട് പൾസർ സുനിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നത്, പൾസർ സുനി ജയിലിൽ നിന്ന് കത്ത് എഴുതുകയും ചെയ്തിട്ടുള്ള ആളുകളായ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ നാദിർ ഷാ, അതോടൊപ്പം ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയുമായി നേരിട്ട് മൊബൈൽ ഫോണിൽ സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ, പൾസർ സുനി സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ മുമ്പ് പുറത്തു വന്നിരുന്നു. ഈ ഒരു തെളിവുകൾ സംബന്ധിച്ചും ഈ ഗൂഢാലോചനയിൽ പങ്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കൂടുതൽ തെളിവുകൾ വേണ്ടിവരും. നിലവിൽ ഇപ്പോൾ നാദിർഷയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന, നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചില്ല എന്നും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന തരത്തിൽ മറുപടികൾ നൽകി എന്നതടക്കമുള്ള ഒരു ആരോപണം ആണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന്, നാദിർഷയ്ക്ക് പങ്കുണ്ട്, വ്യക്തമായ പങ്കുണ്ട് എന്നും ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ നടിയെ അപകടപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നുവെന്നും ആ ഗൂഢാലോചനയിൽ നാദിർഷ പങ്കാളിയായിട്ടുണ്ട്. അതോടൊപ്പം ദിലീപിൻ്റെ മാനേജറായ അപ്പുണ്ണിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് തെളിയിക്കാനും ദിലീപിൻ്റെ കൂടുതലുള്ള ചോദ്യം ചെയ്ത് ദിലീപിൽ നിന്ന് മൊഴിയെടുക്കുകയും അതോടൊപ്പം മൂവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ വേണ്ടിവരും. അവരുടെ മൊഴികളുടെ വൈരുദ്ധ്യവും മറ്റുമെല്ലാം തന്നെ പരിശോധിച്ച് വേണം ഇക്കാര്യം സ്ഥിരീകരിക്കാൻ. അതോടൊപ്പം ദിലീപിൻ്റെ മൊഴി, മുൻപ് പുറത്തു വന്ന മൊഴികളും അതോടൊപ്പം ദിലീപ് കോടതിയിൽ നൽകിയിട്ടുള്ള DGPക്ക് നൽകിയിട്ടുള്ള പരാതി, ആ പരാതിയിൽ മുമ്പ് പൾസർ സുനി ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ട ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നൊരു വാചകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പൾസർ സുനി ദിലീപിന് നൽകിയിട്ടുള്ള കത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു എമൗണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു എമൗണ്ട് ദിലീപ് തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ആ ഒരു തുക നൽകാനായി മുമ്പ് ഇവർ തമ്മിൽ സംസാരം നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെ പോലീസ് എത്തി. അതും ദിലീപിൻ്റെ അറസ്റ്റിലേക്ക് നയിച്ച ഒരു തെളിവായി പോലീസ് കരുതപ്പെടുന്നുണ്ടോ. ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള തുകയ്ക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയിരുന്നു, എന്നാൽ ഏത് തരത്തിലുള്ള തുക കൈമാറിയിട്ടുണ്ട്, തുക സംബന്ധിച്ചുള്ള തർക്കം ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ തെളിവുകളായി കോടതിയിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന നടന്ന സംഭവവും മറ്റ് പ്രതികളുടെ പങ്കും വ്യക്തമാക്കാൻ ദിലീപിൻ്റെ കൂടുതൽ ചോദ്യം ചെയ്യലും അതോടൊപ്പം ദിലീപിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട കാര്യങ്ങളും കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് അനിവാര്യമായിരിക്കുകയാണ്. കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അല്പം മുമ്പാണ് ദിലീപിനെ കോടതിയിലേക്ക് എത്തിച്ചത്. അങ്കമാലി കോടതിയിലാണ് ഇന്നിപ്പോൾ ഈ സുപ്രധാനമായ നടപടികൾ നടക്കുന്നത്. 2 വിഷയങ്ങളാണുള്ളത്. ഒന്ന്, ദിലീപിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അതിന് പക്ഷേ അതിൻ്റെ നിയമപരമായ സാധ്യതകൾ കൂടി വലിയ രീതിയിലുള്ള പ്രതീക്ഷ, ജാമ്യം ലഭിക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. മറ്റൊന്ന് വളരെ സുപ്രധാനമായി കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ളത് ദിലീപിൻ്റെ കസ്റ്റഡി അപേക്ഷയാണ്. അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടും. 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ആവശ്യപ്പെടുക. അവിടെ അങ്കമാലി കോടതിയിലേക്ക് ദിലീപിനെ എത്തിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ കൂകി വിളിച്ചുകൊണ്ടാണ് ഈ ദിലീപിനെ കോടതിയിലേക്ക് വരവേറ്റത്. ദിൽജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ദിൽജിത്ത്, കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായി. അവിടെ നിന്നും ദിലീപിനെ കൊണ്ടുപോകുമോ? കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇനി അഥവാ കസ്റ്റഡി അനുവദിച്ചില്ലെങ്കിൽ ദിലീപിനെ വീണ്ടും ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. അങ്കമാലി കോടതിയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കോടതി നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയാണ് ഇതിൽ പ്രധാനമായും
പരിഗണിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെടുക. പ്രത്യേകിച്ച് ഇവിടെ ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്, കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തേണ്ട പശ്ചാത്തലമുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുക. നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കോടതി നടപടി ഇപ്പോൾ ഏത് വിധത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്? ദിൽജിത്ത്. സൗമ്യ, ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ദിലീപിൻ്റെ കസ്റ്റഡി അപേക്ഷ തന്നെയാണ് പോലീസ് ആദ്യം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചത്. അതിന്മേലുള്ള വാദപ്രതിവാദങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. ദിലീപിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാറാണ് ദിലീപിനായി ഹാജരായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന അറസ്റ്റ് സംബന്ധിച്ച പ്രതിഭാഗത്തിൻ്റെ എതിർവാദങ്ങളും അതോടൊപ്പം നിലവിൽ കസ്റ്റഡി അപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള വാദങ്ങളുമാവും ആദ്യഘട്ടത്തിൽ നടക്കുക. എന്നാൽ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതിക്ക് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബന്ധം വെളിവാക്കുന്നതടക്കമുള്ള തെളിവുകൾ ലഭ്യമായതും അതോടൊപ്പം നിലവിൽ കേസിൽ ജാമ്യം ലഭിച്ചാൽ പ്രതി പുറത്തു വന്നാൽ ഉണ്ടായേക്കാവുന്ന കേസിനെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന സാഹചര്യം കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രതിയെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം കോടതിയെ ധരിപ്പിക്കാം. അതോടൊപ്പം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യം കൂടി പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. കസ്റ്റഡി അപേക്ഷ എത്ര ദിവസത്തേക്ക് നൽകും, എത്ര ദിവസത്തെ ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്ന കാര്യത്തിൽ പോലീസ് ഒരു തീരുമാനത്തിലെത്തി. ഏതൊക്കെ തരത്തിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ ദിലീപിനെ എത്തിച്ച തെളിവെടുപ്പ് നടത്തേണ്ടി വരും, എത്ര ദിവസങ്ങളിലായി ചോദ്യം ചെയ്യണം, ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകളും അതോടൊപ്പം ഇപ്പോൾ പിടിയിലായിട്ടുള്ള മറ്റ് പ്രതികൾ, കൂട്ടുപ്രതികൾ, ഇവരെ എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലും അവരുടെ മൊഴികൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ആവശ്യമായി വരാം. ഇത്തരത്തിൽ അന്വേഷണ സംഘ അംഗങ്ങൾ തമ്മിൽ കൂടിയാലോചന നടത്തിയാവും എത്ര ദിവസത്തേക്ക് ഒരു കസ്റ്റഡി ആവശ്യപ്പെടണമെന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവുക. ആ തീരുമാനം അല്പസമയത്തിനകം അപേക്ഷയായി കോടതിയിൽ എത്തുകയും അതിന്മേലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്യും. അതാണ് ആദ്യഘട്ടത്തിൽ നടക്കുകയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാവും ഇത്തരത്തിൽ ദിലീപ് മുമ്പ് സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷ, ആ ജാമ്യാപേക്ഷയിന്മേലുള്ള ആരോപണങ്ങൾ, അവയിന്മേലുള്ള പ്രതിഭാഗത്തിനുള്ള ആരോപണങ്ങളും അവയ്ക്കുള്ള മറുപടികളും സംബന്ധിച്ച വാദങ്ങളും നടക്കുക. ഏതായാലും ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള ഒരു ഘട്ടത്തിലേക്കാണ് കോടതി നടപടികൾ നീങ്ങുന്നത്. ഇവിടെ ഒരുപക്ഷെ ദിൽജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കസ്റ്റഡി അപേക്ഷ തടയുക എന്നതായിരിക്കും അഡ്വക്കേറ്റ് രാംകുമാറിന്റെ പ്രധാന കർമ്മം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കസ്റ്റഡി ആദ്യം തന്നെ ഈ അറസ്റ്റ് ട്രാപ്പിലാക്കിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തൊക്കെ വാദങ്ങളായിരിക്കും ആ വിധത്തിൽ മുന്നോട്ട് വെക്കുക? സൗമ്യ, കഴിഞ്ഞ ദിവസം ഇന്നലെ അറസ്റ്റിലായ ഉടനെ തൊട്ടടുത്ത ദിവസം നൽകിയിട്ടുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചന ദിലീപിന് നേരെ നടന്നിട്ടുണ്ടെന്നും ദിലീപിനെ മനഃപൂർവ്വം തെളിവുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് കേസിൽപ്പെടുത്താനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട് എന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ തരത്തിലുള്ള ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ നിലവിൽ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളും ദിലീപിനെതിരായി വന്നിരിക്കുന്ന വാദങ്ങൾ ഇവയെല്ലാം തന്നെ അല്ലെങ്കിൽ പൾസർസിന് നൽകിയിട്ടുള്ള വാദങ്ങൾ, മൊഴി, ഈ മൊഴികളെല്ലാം തന്നെ ഖണ്ഡിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാകും ജാമ്യാപേക്ഷയ്ക്കും കസ്റ്റഡി അപേക്ഷ നിരസിക്കുന്നതിനുള്ള വാദത്തിന് വേണ്ടി അഡ്വക്കേറ്റ് രാംകുമാർ കോടതിയിൽ വാദിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. രാംകുമാർ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഏത് തരത്തിലാണ് കോടതി നടപടികൾ കോടതിയിൽ നീങ്ങുക, ഏത് തരത്തിലാണ് നിയമപരമായി മുമ്പോട്ട് നീങ്ങുക എന്നതൊരു പ്രതികരണം മാധ്യമപ്രവർത്തകർ ആരാഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും മുതിർന്നില്ല. അതോടൊപ്പം കോടതിക്ക് സമീപം വലിയ തരത്തിലുള്ള തിരക്കുകളും ആളുകൾ പ്രക്ഷുബ്ധരായി തടിച്ചുകൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രതികരണത്തിന് രാംകുമാർ തയ്യാറായില്ല. ദിലീപിനെയും വഹിച്ചുകൊണ്ട് അകത്തേക്ക് പോയതിന് തൊട്ട് പിന്നാലെ ആണ് രാംകുമാർ എത്തിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചു. കോടതിക്കുള്ളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നടപടികൾ ആരംഭിച്ച് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള നടപടികൾ മുമ്പോട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിൽജിത്ത്, ഒരുപക്ഷെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു പ്രതികരണം അത് വളരെ രൂക്ഷമായിരുന്നു. കാരണം അവിടേക്ക് ഇറക്കുമ്പോൾ ദിലീപിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കൂകി വിളിക്കുകയായിരുന്നു ജനങ്ങൾ ചെയ്തത്. അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അവരോട് സംസാരിച്ചപ്പോൾ ഈ വിഷയത്തിലൊക്കെ ദിലീപിന്റെ അഭിഭാഷകൻ വന്നിറങ്ങുമ്പോഴും അഡ്വക്കേറ്റ് രാംകുമാർ വന്നിറങ്ങുമ്പോഴും ഈ കൂവിവിളി ഉണ്ടായിരുന്നു.
തീർച്ചയായും ഇത്തരത്തിൽ ദിലീപിനെ ഇപ്പോൾ അങ്കമാലി കോടതിയിൽ എത്തിച്ചപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അകത്തേക്ക് കടക്കാൻ ആളുകൾ അകത്തേക്ക് കടക്കാനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ തന്നെ പോലീസ് തടയുകയും വലയം തീർക്കുകയും കോടതി ഗേറ്റ് പുതിയതായി ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയം കൂടി ഉള്ളത്, മജിസ്ട്രേറ്റിന് ചേംബറിൽ വെച്ചാണ് വാദം നടക്കുന്നത്. ഈ വിഷയത്തിൽ തുറന്ന കോടതിയിലുള്ള വാദം ഒഴിവാക്കി എന്ന ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഒരു പക്ഷേ ഈ കേസിന്റെ ഒരു സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം? സൗമ്യ, കേസ് കോടതിക്കുള്ളിലേക്ക് കേസ് ദിലീപിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരെയും മറ്റു ആളുകളെയും തന്നെ കോടതിക്കുള്ളിലേക്ക് കടക്കുന്നതിൽ വലിയ വിലക്ക് തന്നെ ഏർപ്പെടുത്തിയിരുന്നു. കോടതി മതിൽക്കെട്ടിനുള്ളിലേക്ക് തന്നെ കടക്കാൻ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അടഞ്ഞ കോടതിയിലേക്ക് മജിസ്ട്രേറ്റിൻ്റെ ചേംബറിലേക്ക് വാദം മാറ്റുന്ന അടക്കമുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ച് കോടതിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, സംഭവ വികാസങ്ങൾ വലിയ വാർത്തയാക്കാറുണ്ട്. ചെറിയ പരാമർശങ്ങളും ചോദ്യോത്തരങ്ങളും സംവാദങ്ങളും തർക്കങ്ങളും എല്ലാം തന്നെ വലിയ തരത്തിലുള്ള വാർത്തയാകുന്ന ഒരു പതിവുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി തന്നെ പ്രതിയായിട്ടുള്ള ഒരു കേസ് കഴിഞ്ഞ ദിവസം പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും പ്രതിഭാഗം അഭിഭാഷകർ തമ്മിലുണ്ടായ തർക്കങ്ങൾ വലിയ തരത്തിലുള്ള വാർത്തയാവുകയും കോടതിക്കുള്ളിലെ സംഭവവികാസങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. അത്തരത്തിൽ കോടതിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും പുറത്തേക്ക് വാർത്തയാകാനും പുറത്തേക്ക് സംഭവങ്ങൾ അറിയാതിരിക്കാനുമുള്ള ഒരു നീക്കമായി വേണം ഇതിനെ കരുതാൻ. ഏതായാലും ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി അടഞ്ഞ കോടതി ഈ വാദം കേൾക്കുമ്പോൾ പുറത്തേക്ക് വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അകത്ത് കടക്കാനോ വിവരങ്ങൾ മനസ്സിലാക്കാനോ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പ്രതിയുടെയും പ്രതിഭാഗം അഭിഭാഷകരും അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷൻ അഭിഭാഷകരും മാത്രമാണ് അവിടെ ഉണ്ടാവുക. അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കോടതിക്കുള്ളിൽ ഇവർ ഏത് തരത്തിലുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയകരമായി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാറാണ് ദിലീപിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. നിലവിൽ പോലീസ് ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ, കസ്റ്റഡിയിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ, അതോടൊപ്പം റിമാൻഡ് ചെയ്യുന്ന സമയത്ത് മജിസ്ട്രേറ്റ് കോടതിയെ ധരിപ്പിച്ചിട്ടുള്ള വിവരങ്ങൾ, ഇവയെല്ലാം തന്നെ എതിർത്തുകൊണ്ടുള്ളൊരു വാദം, അതോടൊപ്പം കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് നിയമവിരുദ്ധമായ എണ്ണ സ്ഥാപിക്കുകയും ആണ് പ്രോസിക്യൂഷൻ ആദ്യഘട്ടത്തിൽ പ്രതിഭാഗം അഭിഭാഷകർ ആദ്യഘട്ടത്തിൽ ശ്രമിക്കുക. ഈ ഒരു ഏതൊക്കെ തരത്തിലുള്ള വാദങ്ങൾ കോടതിക്കുള്ളിൽ വരും എന്നത് ആണ് ഏറ്റവും ശ്രദ്ധേയമായി നിരീക്ഷിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തേക്ക് ലഭിക്കാൻ ഇനിയേറെ താമസം എടുക്കും എന്നതാണ് ഇപ്പോൾ ഒരുപക്ഷെ കേസിന്റെ ഒരു പശ്ചാത്തലം കൂടി അങ്ങനെയാണ്. നമുക്കറിയാം ദിൽജിത്ത് ആദ്യം മുതൽക്കേ തന്നെയും കഴിഞ്ഞ ദിവസം DGP സംസാരിച്ചപ്പോൾ തന്നെയും പല കാര്യങ്ങളും തുറന്നു പറയാൻ അദ്ദേഹം തടസ്സം അറിയിച്ചിരുന്നു. കാരണം കേസ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ പ്രതികൾ ഉന്നതരാണ്, സ്വാധീനിക്കാൻ പല രീതിയിലും കേസിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ജാമ്യാപേക്ഷയെ പോലും എതിർക്കുന്നത്. പുറത്തിറങ്ങിയാൽ ഇവർ പല സാക്ഷികളെയും അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലും നശിപ്പിക്കപ്പെടും എന്നുള്ളൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കോടതി കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു വിഷയങ്ങൾ പുറത്തേക്ക് പോകേണ്ട. അതായത് നമുക്കറിയാം അറസ്റ്റ് ഉണ്ടായി വളരെ വൈകിയാണ്, 13 മണിക്കൂർ ശേഷം നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊക്കെ ഒടുവിലാണ് മാധ്യമങ്ങൾക്ക് പോലും ഈ വിവരം കിട്ടുന്നത്. അത്തരത്തിൽ കൂടുതൽ രഹസ്യ സ്വഭാവം ഇത്തരം നടപടികളിൽ വേണം എന്നുള്ള ഒരു കാര്യമാണ് ഈ കേസിന്റെ ആദ്യം മുതൽക്കേ തന്നെ സൂചിപ്പിക്കപ്പെടുന്നത്. ദിൽജിത്ത്, തീർച്ചയായും കേസിൽ കഴിഞ്ഞ ദിവസം തന്നെ ദിലീപിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഈ കേസിലെ വിവരങ്ങൾ കസ്റ്റഡിയിലെടുക്കാനായി പോലീസ് ശേഖരിച്ച തെളിവുകൾ അതിലടക്കം പ്രതിഭാഗത്തിന് ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയെ ബോധിപ്പിക്കാനും ഇത്തരം പ്രതിഭാഗത്തിന് വ്യക്തമാക്കാനുള്ള കാര്യങ്ങൾ കൂടി കോടതി പരിഗണിക്കും. അതേസമയം ഇപ്പോൾ ഏതായാലും കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ അപേക്ഷയ്ക്കെതിരായി കസ്റ്റഡി അപേക്ഷ നൽകരുത് എന്ന് വാദിച്ചുകൊണ്ട് പ്രതിഭാഗം ഏതൊക്കെ തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കും എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അതിനെ ആ ഒരു നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ കോടതിയിൽ നിന്നുള്ള ഡീറ്റെയിൽസ് വളരെ വേഗം അത് കളക്ട് ചെയ്യുക. ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് വരാം. അത്തരത്തിലുള്ള വിവരങ്ങൾ കോടതിയിൽ നിന്നുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിലേക്ക് ദിൽജിത്ത് പൊക്കോളൂ.